ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 66 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആദ്യം എന്താണ് പറയുന്നത്? സ്വർഗങ്ങളിൽ വാസം ചെയ്യുന്ന യഹോവ, അത്ര വലിയവനായ മഹത്വത്തിൽ വസിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നു. സ്വർഗം തൻ്റെ സിംഹാസനമാണെന്ന് പറയുന്നു. ഭൂമി കർത്താവിൻ്റെ പാദപീഠവുമാണ് എന്ന് പറയുന്നു. അപ്പോൾ എത്രമാത്രം തേജസ്സിലും പ്രഭയിലും എത്രമാത്രം ഗ്ലോറിയ മഹത്വത്തിൽ വസിക്കുന്ന വലിയവനായ ദൈവത്തെയാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പറയുന്നു, എൻ്റെ വിശ്രാമസ്ഥലം ഏതാണ്? നിങ്ങൾ എനിക്ക് വേണ്ടി ഒരാലയം പണിതാൽ ആ ആലയത്തിൽ എന്നെ ഒതുക്കിയിരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? അത് ശലോമോൻ ദേവാലയം പണിഞ്ഞ് അതിൻ്റെ പ്രതിഷ്ഠാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്. ദൈവമേ, നീ സ്വർഗാധിസ്വർഗങ്ങളിൽ വസിക്കുന്നവനാണ്. പ്രത്യേകമായിട്ടൊരു സ്ഥലമുണ്ടാക്കി നിന്നെ അവിടെ വസിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് സാധ്യമല്ല. കൈപ്പണിയായതിൽ വസിക്കുന്നവനാണോ നീ? അല്ല. എങ്കിൽ തന്നെയും നിൻ്റെ ബഹുമാനാർത്ഥം ഞങ്ങളൊരാലയം പണിതു നിൻ്റെ അത് കൽപ്പനപ്രകാരമാണ് പണിതത്. എങ്കിലും ഞങ്ങളിത് പ്രതിഷ്ഠിക്കുന്ന നേരത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദൈവം എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് ആലയം പണിതാൽ ഏതു വിധമുള്ള ആലയമാണ് നിങ്ങൾ എനിക്ക് പണിയുന്നത്? ഞാൻ എവിടെയാണ് വിശ്രമിക്കേണ്ടത്? നിങ്ങൾക്ക് എനിക്കായിട്ടൊരു വിശ്രാമ സ്ഥലം ഒരുക്കുവാൻ സാധിക്കുമോ? അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത്. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരാലയം പണിത് എന്നെ അവിടെ ഇരുത്താനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ അത്ര വലിയവനായ ദൈവം പിന്നീട് പറയുന്നത് എന്താണ്? എന്നാൽ ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അവനിൽ ഞാൻ വസിക്കുമെന്ന് പിന്നീട് നമുക്ക് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള ആലയം ഏതാണ്? നാം ഓരോരുത്തരും കർത്താവിൻ്റെ ആലയമാണ്. എങ്ങനെയാണ് കർത്താവിൻ്റെ ആലയമായി തീരുന്നത്? അത് പുതിയ നിയമത്തിൽ നാം മനസ്സിലാക്കുന്നു. വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എന്ന് വെച്ചാൽ എനിക്കവനോട് കരുണ തോന്നും. ഞാൻ ഇത്ര വലിയവനാണ്, അത് ഞാൻ പറഞ്ഞു. എങ്കിൽ തന്നെയും എന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ തൻ്റെ പാപത്തെക്കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് മനസ്സ് തകർന്ന് എന്നോട് അപേക്ഷിക്കുകയാണെങ്കിൽ, മാനസാന്തരപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ അവനെ കടാക്ഷിക്കും. എനിക്ക് അവനോട് കരുണ തോന്നുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ അത്ര വലിയവനായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ടാണ് പ്രവാചകനിൽ കൂടെ ഈ വാക്യം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലുമൊക്കെ നമ്മൾ സ്നാപക യോഹന്നാനെക്കുറിച്ച് വായിക്കുമ്പോഴെന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. അതായത് കർത്താവ്
സ്വർഗരാജ്യം സ്ഥാപിക്കാനായിട്ട് വരുന്നു. അതിനുവേണ്ടി വഴിയൊരുക്കുവാനാണ് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് വരുന്ന കർത്താവിൽ വിശ്വസിക്കുക. കാരണം അവൻ ഇവിടെ വരുമ്പോൾ, അതായത് കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഒരുങ്ങാൻ എന്താ വേണ്ടത്? നിങ്ങൾ മാനസാന്തരപ്പെടണം, പാപം വിട്ട് കർത്താവിലേക്ക് തിരിയണം. അതായത് നിങ്ങൾ മനസ്താപപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വരണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ 1:9 എന്താ പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്നും നാം പാപ ഇച്ഛകളെ മാറ്റിക്കളയണം. നാം ചെയ്ത പാപങ്ങൾക്ക് നാം മാനസാന്തരപ്പെടണം. അതായത് നാം അനുതപിച്ച് പ്രാർത്ഥിച്ച് കർത്താവിലേക്ക് ചേർന്ന് വരുവാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നതും നമ്മുടെ അനീതിയെല്ലാം പോക്കി നമ്മളെ നീതിമാന്മാരാക്കി തീർക്കുന്നതും. അപ്പോൾ അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നാം എങ്ങനെയാണ് വരേണ്ടത്? കർത്താവെ, കഴിഞ്ഞ കാലത്തെ പാപമെല്ലാം നീ എന്നോട് ക്രൂശിൽ ക്ഷമിച്ചല്ലോ, ഞാനത് ഏറ്റെടുക്കുന്നു കർത്താവെ, എൻ്റെ പാപക്ഷമ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് യാഗമായി തീർന്നത് നിമിത്തം നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. അത് നാം വിശ്വസിക്കുമ്പോൾ നാം നീതിമാന്മാരായി തീരുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.